ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇന്ന് വിശ്വാസി ലക്ഷ്യങ്ങൾ വിട നൽകും. മാർപ്പാപ്പയുടെ അന്ത്യാഭിലാഷ പ്രകാരം വത്തിക്കാൻ പുറത്തുള്ള റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് സംസ്കാരം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-ക്കാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നത്. സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അഗസ്റ്റ് സെബാസ്റ്റ്യൻ നമുക്കൊപ്പം ചേരുകയാണ്. അഗസ്റ്റ് സെബാസ്റ്റ്യൻ, വിശ്വാസ ലക്ഷ്യങ്ങളാണ് മാർപ്പാപ്പയെ ഒരു നോക്ക് അവസാനമായി കാണാൻ ഇന്നലെ രാത്രി വരെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിലേക്ക്, ബസലിക്കയിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരുന്നത്. ഇന്നിപ്പോൾ ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ. എപ്പോഴാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുക? ബിനിലെ ഉച്ചയ്ക്ക് 1:30 തന്നെ അതായത് ഇന്ത്യൻ സമയം 1:30 തന്നെ ഈ ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിക്കും. ഏതാണ്ട് വൈകുന്നേരം 4:30 ആയിരിക്കും ഈ ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക. അപ്പോൾ പ്രാദേശിക സമയം, അതായത് അവിടെ റോമിൽ, ഇറ്റലിയിലെ സമയം അനുസരിച്ച് രാവിലെ 10 മണിയോടുകൂടിയാണ് ഇതിൻ്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും അതിൻ്റെ നടപടികളൊക്കെ തന്നെ ആരംഭിക്കുക. ലോകമെമ്പാടും നിന്നുള്ള ആളുകൾ ഇപ്പോൾ തന്നെ പോപ്പ് ഫ്രാൻസിസിൻ്റെ അന്ത്യയാത്രാമൊഴി അർപ്പിക്കുന്നതിനായി അവിടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിലുമായി തടിച്ചുകൂടിയിട്ടുണ്ട്. ലോക നേതാക്കളൊക്കെ തന്നെയും ഈ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആളുകൾ ചടങ്ങിലേക്ക് പങ്കെടുക്കാനായി എത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ അടക്കമുള്ള ആളുകൾ, സ്പെയിനിലെ രാജാവ്, വെയിൽസ് രാജകുമാരൻ, അങ്ങനെ തുടങ്ങി ലോകമെമ്പാടും നിന്നുള്ള വലിയ സുപ്രധാന വ്യക്തിത്വങ്ങളൊക്കെ തന്നെയും ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി നേരിട്ടെത്തും. ഏറെ പ്രത്യേകതകളുള്ള ഒരു ശവസംസ്കാര ചടങ്ങാണ് ആഗോള കത്തോലിക്ക സഭയുടെ ഉന്നത നേതാവായിട്ടുള്ള പോപ്പിൻ്റേത്. പ്രത്യേകിച്ചും പോപ്പ് ഫ്രാൻസിസിൻ്റേത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിലെ പോപ്പ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നടപടികളൊക്കെ തന്നെയും ഏറെ ശ്രദ്ധേയമായിരുന്നു. സഭയിൽ വലിയ പരിഷ്കാരങ്ങളൊക്കെ തന്നെയും സഭയെ കാലോചിതമായി പരിഷ്കരിക്കുന്നതിൽ അങ്ങേയറ്റം വലിയ പങ്കുവഹിച്ചിട്ടുള്ള പോപ്പ് എന്ന നിലയ്ക്കൊക്കെ തന്നെയും ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള പോപ്പ് ആണ് ഫ്രാൻസിസ്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക്, അതിൻ്റെ ചടങ്ങുകളുടെ പ്രാരംഭ നടപടികളൊക്കെ തന്നെയും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കർദിനാൾമാർ, സഭയിലെ സഭാതലവന്മാർ, എല്ലാ കർദിനാൾമാരും ബിഷപ്പുമാരും പുരോഹിതന്മാരും അടക്കമുള്ള മുഴുവൻ ആളുകളും അവിടെ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെയായി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് അദ്ദേഹത്തിൻ്റെ പൊതുദർശനം. അത് ഓപ്പൺ കാസ്കറ്റിലെ പൊതുദർശനം അത് പൂർത്തിയായതിനു ശേഷം അദ്ദേഹത്തെ സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരും. അവിടെ വെച്ചാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസ്കാര ചടങ്ങുകളും പ്രാർത്ഥനകളും ഒക്കെ തന്നെ നടക്കുക. നിരവധി ആളുകളാണ്, പതിനായിരങ്ങളാണ് അവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. അദ്ദേഹം ശ്രദ്ധേയമായ കാര്യം, തൻ്റെ സംസ്കാരം മറ്റ് പോപ്പുമാരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ലളിതമായിട്ടുള്ള ഒരു സംസ്കാര ചടങ്ങാണ് തനിക്ക് വേണ്ടതെന്ന് അദ്ദേഹം മുൻകൂട്ടി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അത് സംബന്ധിച്ച ഒരു കമ്മ്യൂണിക്കെ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് മുൻകാല പരമ്പരാഗതമായി പോപ്പുമാർ ശവസംസ്കാരത്തിന് ചില രീതികളുണ്ട്. ആ രീതികളൊക്കെ തന്നെയും കഴിയുന്നത്ര ലളിതവത്കരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ശ്രദ്ധേയമായി പറയേണ്ട കാര്യം, 1 നൂറ്റാണ്ടിന് ശേഷം വത്തിക്കാന് പുറത്ത് അടക്കപ്പെടുന്ന പോപ്പ് എന്ന പോപ്പ് ഫ്രാൻസിസ് ആണ്. അദ്ദേഹം ആവശ്യപ്പെട്ടത് പ്രകാരമാണ്. സാധാരണ നിലയിൽ ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് 4 പ്രധാനപ്പെട്ട ബസിലിക്കയാണ് റോമിലുള്ളത്. അതിൽ സെൻറ്റ് മേരീസ് മഗിയോറെ എന്ന ബസിലിക്കയിലാണ് അദ്ദേഹത്തിൻ്റെ താൻ ആഗ്രഹിക്കുന്ന അന്ത്യനിദ്ര അദ്ദേഹം ആഗ്രഹിക്കുന്നതായി എഴുതി തയ്യാറാക്കപ്പെട്ട കമ്മ്യൂണിക്കയിൽ ഉണ്ടായിരുന്നത്. അതനുസരിച്ച് അവിടെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ അന്ത്യനിദ്ര ഉണ്ടാവുക. അങ്ങോട്ടേക്കായിരിക്കും സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശവശരീരം കൊണ്ടുപോവുക. ശരി, വ്യക്തമാണ്. അഗസ്റ്റ് സെബാസ്റ്റ്യനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ വിവരങ്ങൾ നൽകിയത്. ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 1:30 സംസ്കാര ശുശ്രൂഷകൾ, പ്രാർത്ഥനകളെല്ലാം തന്നെ അവിടെ ആരംഭിക്കും. അതിന് ശേഷം 4:30 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം പൂർണ്ണമായും കബറടക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു അഗസ്റ്റ് സെബാസ്റ്റ്യൻ.